ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് ഐ ടി സൊല്യൂഷൻ്റെ മറ്റൊരു ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയർ ക്ലാസ്സസ്. ആ ക്ലാസ്സസിനെല്ലാം യൂസ് ചെയ്യേണ്ടത്, അതായത് ഏതൊക്കെയാണ് അനുയോജ്യമായ അഗ്നിശമന മാധ്യമങ്ങളെന്നും ഏതൊക്കെയാണ് അനുയോജ്യമല്ലാത്ത അഗ്നിശമന മാധ്യമങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ആദ്യമായി തന്നെ ക്ലാസ് എ ഫയറാണ്. ക്ലാസ് എ ഫയർ എന്ന് പറയുന്നത് സാധാരണയായി ജ്വലിക്കുന്ന അതായത് ഖരവസ്തുക്കൾ കത്തുന്നതിലാണ് ക്ലാസ് എ ഫയർ എന്ന് പറയുന്നത്. അതായത് മരം, പേപ്പർ, തുണിത്തരങ്ങൾ, കൽക്കരി, പ്ലാസ്റ്റിക് മുതലായവ കത്തുന്നത്. അതായത് നമുക്ക് ചാരമുണ്ടാകുന്ന വസ്തുക്കൾ കത്തുന്നത്. അതായത് ചാരമുണ്ടാകുന്നത് എപ്പോഴും ഖരവസ്തുക്കൾ കത്തുമ്പോഴാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഫയറാണ് ക്ലാസ് എ ഫയർ എന്ന് പറയുന്നത്. അതിന് അനുയോജ്യമായ അഗ്നിശമന മാധ്യമം എന്ന് പറയുന്നത് ഉണങ്ങിയ പൊടി, അതായത് ഡ്രൈ പൗഡറാണ്, ഡ്രൈ കെമിക്കൽ പൗഡറാണ് ഉദ്ദേശിക്കുന്നത്. നുര, ഫോം, വെള്ളം, ജലമഞ്ഞ് എന്ന് പറയുന്നത് വാട്ടർ മിസ്റ്റാണ്. ജലമഞ്ഞെന്ന് ഉദ്ദേശിക്കുന്നത് വാട്ടർ മിസ്റ്റാണ്. പിന്നീട് നനഞ്ഞ രാസവസ്തുക്കൾ, ഇവയാണ് അനുയോജ്യമായ അഗ്നിശമന മാധ്യമം ഉദ്ദേശിക്കുന്നത്. ക്ലാസ് എ ഫയറിന് അനുയോജ്യമല്ലാത്ത അഗ്നിശമന മാധ്യമം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഒരിക്കലും കാർബൺ ഡൈ ഓക്സൈഡ് ക്ലാസ് എ ടൈപ്പ് ഫയറിൽ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കുന്നത് ക്ലാസ് ബി ഫയറാണ്. ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നത് ദ്രാവകങ്ങൾ കത്തുന്നതാണ്. ക്ലാസ് എ ഖരം കത്തുന്നതാണെങ്കിൽ ക്ലാസ് ബി ദ്രാവകങ്ങൾ കത്തുന്നതാണ്. ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ പെട്രോള്, ഡീസൽ, എണ്ണകൾ, പെയിൻറ്റ്, മണ്ണെണ്ണ, പാരഫിൻ, അങ്ങനെ തുടങ്ങിയ കത്തുന്ന എല്ലാ ദ്രാവകങ്ങൾക്കും ക്ലാസ് ബി ഫയറിലാണ് ഉൾപ്പെടുന്നത്. അതിന് അനുയോജ്യമായ അഗ്നിശമന മാധ്യമം എന്ന് പറയുന്നത് ഉണങ്ങിയ പൊടി, അതായത് ഡ്രൈ കെമിക്കൽ പൗഡർ, നുര, അതായത് ഫോം, കാർബൺ ഡൈ ഓക്സൈഡ് അനുയോജ്യമായ ഒരു മാധ്യമം ക്ലാസ് ബി ഫയർ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അനുയോജ്യമല്ലാത്തൊരു മാധ്യമം ക്ലാസ് എ ഫയറിലാണ്. ഓക്കെ, അപ്പം ക്ലാസ് ബി ഫയറിന് അനുയോജ്യമല്ലാത്തതെന്ന് ചോദിച്ചാൽ നനഞ്ഞ രാസവസ്തുക്കളും വെള്ളവും ഒരിക്കലും ക്ലാസ് ബി ടൈപ്പ് ഫയറിൽ ഉപയോഗിക്കാൻ പാടില്ല. കൂടുതൽ ഫ്ലെയിം ഉണ്ടാക്കാനുള്ള ചാൻസസ് ആണ് ഉണ്ടാകുന്നത്. സോ അത്തരത്തിലുള്ള, അതായത് വെള്ളം, നനഞ്ഞ രാസവസ്തുക്കൾ, ഇവയൊന്നും ഒരിക്കലും ക്ലാസ് ബി ഫയറിൽ ഉപയോഗിക്കാൻ പാടില്ല. ക്ലാസ് എ ഫയറിൻ്റെ കേസിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് ക്ലാസ് സി ഫയർ നോക്കാം. ക്ലാസ് എ പറഞ്ഞത് ഖരമാണെങ്കിൽ, ക്ലാസ് ബി ദ്രാവകങ്ങൾ കത്തുന്നതാണെങ്കിൽ, ക്ലാസ് സി എന്ന് പറയുന്നത് വാതകങ്ങൾ കത്തുന്നതാണ്. വാതകങ്ങൾ എന്ന് പറയുമ്പോൾ മീഥൈന്, പ്രൊപ്പൈന്, പ്രകൃതിവാതകങ്ങൾ തുടങ്ങിയ എല്ലാത്തരം വാതകങ്ങളും, ബേൺ ചെയ്യുന്ന എല്ലാത്തരം വാതകങ്ങളും ക്ലാസ് സി ഫയറിലാണ് ഉൾപ്പെടുന്നത്. ക്ലാസ് സി ഫയറിൻ്റെ അനുയോജ്യമായ അഗ്നിശമന മാധ്യമം ഒന്ന് മാത്രമാണ് ഉണങ്ങിയ പൊടി. അതായത് ക്ലാസ് സി ഫയറിൽ ഉണങ്ങിയ പൊടി മാത്രം, അതായത് ഡ്രൈ പൗഡർ മാത്രമാണ് ക്ലാസ് സി ഫയറിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതൊഴിച്ച് ബാക്കിയെല്ലാം, അതായത് വെള്ളം, ഫോം, അല്ലെങ്കിൽ നനഞ്ഞ വസ്തുക്കൾ, ആർദ്ര വസ്തുക്കൾ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇവയെല്ലാം തന്നെ ക്ലാസ് സി ഫയറിന് അനുയോജ്യമല്ലാത്തതാണ്. അപ്പോൾ ക്ലാസ് സി ഫയറിന് അനുയോജ്യമായ ഒന്ന് മാത്രമുള്ള ഏതാണ്? ഉണങ്ങിയ പൊടി, ഡ്രൈ പൗഡർ മാത്രമാണ് ക്ലാസ് സി ഫയറിന് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്നത് ക്ലാസ് ഡി ഫയറാണ്. ഓക്കെ, ക്ലാസ് എ ഫയർ ഖരമാണെങ്കിൽ, ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നത് ദ്രാവകങ്ങൾ കത്തുന്നതാണെങ്കിൽ, ക്ലാസ് സി ഫയർ വാതകങ്ങൾ കത്തുന്നതാണെങ്കിൽ, ഓർത്തിരിക്കുക ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത് കത്തുന്ന ലോഹങ്ങളാണ്. ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ മഗ്നീഷ്യം, അലൂമിനിയം, ലിഥിയം തുടങ്ങിയവ കത്തുന്നത് എല്ലാം എല്ലാത്തരം കത്തുന്ന ലോഹങ്ങളെല്ലാം വരുന്നത് ക്ലാസ് ഡി ടൈപ്പ് ഫയറിലാണ്. അതിനുപയോഗിക്കുന്ന അനുയോജ്യമായ അഗ്നിശമന മാധ്യമം എന്ന് പറയുന്നത് ഉണങ്ങിയ പൊടിയാണ്. ഉണങ്ങിയ പൊടി എന്ന് പറയുന്നത് ഡ്രൈ പൗഡർ, ദെൻ NaCl എന്ന് പറയുന്നത് ഉപ്പാണ് ഉദ്ദേശിക്കുന്നത്. NaCl അല്ലെങ്കിൽ Na2CO3. എന്താണ് Na2CO3 എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണ്. ഓക്കെ, ഉണങ്ങിയ പൊടി അത് മാത്രം നമുക്ക് നോക്കിയാൽ മതി, മറ്റേതൊന്നും ചോദിക്കില്ല. ഉണങ്ങിയ പൊടി അത് മാത്രമാണ്. അപ്പോൾ ഏതിലൊക്കെയാണ് ക്ലാസ് സി ഫയറിനും ക്ലാസ് ഡി ഫയറിൻ്റെ അനുയോജ്യമായ അഗ്നിശമന മാധ്യമം എന്ന് പറയുന്നത് ഏതാണ്? ഉണങ്ങിയ പൊടി. അതിൽ ഡ്രൈ പൗഡർ മാത്രമാണ്. ബാക്കി എല്ലാം തന്നെ, അതായത് വെള്ളം, നുര, അതായത് ഫോം, കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ നനഞ്ഞ രാസവസ്തുക്കൾ, ഇവയെല്ലാം തന്നെ ക്ലാസ് സിയിലും ക്ലാസ് ഡിയിലും ഉപയോഗിക്കുവാൻ പാടില്ല. ഓക്കെ, അടുത്തത് നമ്മൾ ക്ലാസ് ഇ ആണ് നോക്കുന്നത്. ക്ലാസ് ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ടൈപ്പ് സാധനങ്ങളിൽ വരുന്ന, ഇലക്ട്രോണിക്സ് ഐറ്റംസിൽ വരുന്ന അതായത് ഫയറിലെയാണ് പറയുന്നത് ക്ലാസ് ഇ ഫയർ എന്ന് പറയുന്നത്. ക്ലാസ് ഇ ഇലക്ട്രിക് എന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോണിക് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതെന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ, നമ്മുടെ സ്റ്റീരിയോകളിൽ, അല്ലെങ്കിൽ ഫ്യൂസ് ബോക്സുകളിൽ, ബാറ്ററികളിൽ തുടങ്ങിയ എല്ലാത്തരം ഇലക്ട്രോണിക് ഐറ്റംസിലും വരുന്ന ഫയേഴ്സിനെ നമ്മൾ ക്ലാസ് ഇ ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്.
ഓക്കെ, അതിന് അനുയോജ്യമായ അഗ്നിശമന മാധ്യമം എന്ന് പറയുന്നത് ഡ്രൈ പൗഡറും കാർബൺ ഡൈ ഓക്സൈഡും മാത്രമാണ്. ഏതൊക്കെയാണ്? ഡ്രൈ പൗഡറും കാർബൺ ഡൈ ഓക്സൈഡും. അപ്പോൾ ക്ലാസ് സി ഫയറിനും ക്ലാസ് ഡി ഫയറിനും ഡ്രൈ പൗഡറും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ക്ലാസ് ഇ ഫയറിലേക്ക് വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഡ്രൈ പൗഡറും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് അനുയോജ്യമായ അഗ്നിശമന മാധ്യമം, അതായത് ക്ലാസ് ഇ ടൈപ്പ് ഫയർ ഉണ്ടായാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട അനുയോജ്യമായ അഗ്നിശമന മാധ്യമം എന്ന് പറയുന്നത് ഉണങ്ങിയ പൊടികളും, അതായത് ഡ്രൈ പൗഡറും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ബാക്കിയെല്ലാം, അതായത് വെള്ളം, നനഞ്ഞ വസ്തുക്കൾ, ഫോം, ബാക്കി എല്ലാം തന്നെ അതിന് അനുയോജ്യമല്ലാത്ത അഗ്നിശമന മാധ്യമമാണ്. സോ ഇത് ആകെ രണ്ട് കാര്യങ്ങൾ മാത്രം, അതായത് ഉണങ്ങിയ പൊടിയും കാർബൺ ഡൈ ഓക്സൈഡും മാത്രമാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മീഡിയം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ക്ലാസ് എഫ്. ക്ലാസ് എഫ് എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയിൽ ഉണ്ടാകുന്ന തീക്കാണ്. എല്ലാ ടൈപ്പ്, അതായത് അടുക്കളയിൽ ഉണ്ടാകുന്ന, പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അതിനിടയ്ക്ക് ഉണ്ടാകുന്ന എല്ലാ ടൈപ്പ് തീകൾക്കും. ഇപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ടൊന്നുമല്ല, ബാക്കി ടൈപ്പല്ല, നമ്മൾ പാചകം ചെയ്യുന്ന, അതായത് പാചക എണ്ണ അല്ലെങ്കിൽ കൊഴുപ്പ്, ഗ്രീസ്, ഇതിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ ടൈപ്പ് ഫയർസിനും ക്ലാസ് എഫ് ഫയർ ഉണ്ട്. അതായത് ക്ലാസ് എഫ് എന്ന് പറഞ്ഞാൽ അടുക്കള തീ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനാകെയുള്ള ഒരേ ഒരു മാധ്യമം എന്ന് പറഞ്ഞാൽ നനഞ്ഞ വസ്തുക്കൾ. നമുക്കറിയാം, ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇപ്പോൾ എണ്ണകൾ ബാൻ ചെയ്ത് നമ്മൾ ചെയ്യുന്നത് നനഞ്ഞ എന്തെങ്കിലും വസ്തു എടുത്ത് അതിൻ്റെ പുറത്തേക്ക് ഇടുക, ഇല്ലെങ്കിൽ പിന്നീട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഫോമാണ്. സോ നനഞ്ഞ വസ്തുക്കൾ, ഫോം, അതായത് നുര, അതായത് പത, ഫോം, ഇതൊക്കെയാണ് ക്ലാസ് എഫ് ഫയറിന് നമ്മൾ സ്യൂട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തത് വെള്ളം, അതായത് പാചക എണ്ണ എന്ന് പറയുന്നത് എണ്ണയാണ്. സോ എണ്ണയിൽ നമ്മളിപ്പം വെള്ളം ഒഴിച്ചാൽ ചിലപ്പം, അതായത് നമ്മളിപ്പം ഈ കുക്കിംഗ് ഓയിലിലൊക്കെ നമ്മൾ ലേശം കൂടി വെള്ളം ആഡ് ചെയ്താൽ അത് ഒത്തിരി ഓവർ ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്താൽ ഓവർ ബേൺ ആവാനുള്ള ചാൻസസ് ആണ് കൂടുതലുള്ളത്. സോ വെള്ളം, കാർബൺ ഡൈ ഓക്സൈഡ് ഇവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ബാക്കി നനഞ്ഞ വസ്തുക്കൾ അല്ലെ ഫോമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് എഫ് ഫയറെ സോർട്ട് ചെയ്യുന്നത്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കാം. ക്ലാസ് എ ടൈപ്പ്, ക്ലാസ് എ എന്ന് പറഞ്ഞാൽ ഖരം, ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ ദ്രാവകങ്ങൾ, ക്ലാസ് സി എന്ന് പറഞ്ഞാൽ വാതകങ്ങൾ, ക്ലാസ് ഡി എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ, ക്ലാസ് ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ്, അതായത് ഇലക്ട്രോണിക് സാധനങ്ങൾ, ക്ലാസ് എഫ് എന്ന് പറയുന്നത് അടുക്കളയിലുണ്ടാകുന്ന തീ, അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ ക്ലാസ് എ ഫയറിൽ നമുക്കിപ്പോൾ അറിയാം കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ തീ കത്തിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ തീ അണഞ്ഞു പോകുമ്പോൾ നമ്മൾ ഊതാറുണ്ട്, വളരെ ശക്തമായിട്ട് എക്സോസ് ചെയ്യാറുണ്ട്. സോ അപ്പോഴത്തേക്കിനും ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടാൽ കൂടുതലായിട്ട് ഈ ഫ്ലെയിം ആവുകയുള്ളൂ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ അഗ്നിശമന മാധ്യമമാണ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, ക്ലാസ് ബിയിൽ നമ്മൾ ഓർത്തിരിക്കുക, ക്ലാസ് ബിയിൽ ദ്രാവകങ്ങളാണ്. ദ്രാവകങ്ങളിൽ ഒരു കാരണവശാലും വെള്ളമോ നനഞ്ഞ സാധനങ്ങളോ, വെള്ളം കൊണ്ടുള്ള ഒരു സാധനങ്ങളും ക്ലാസ് ബി ആയിട്ടുള്ള ക്ലാസ് ബി ഫയറിൽ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓവർ ബേൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഓവറായിട്ട് ഫ്ലെയിം ഉണ്ടാവും. ഓക്കെ, ക്ലാസ് സി എന്ന് പറയുന്നത് വാതകങ്ങൾ കത്തുന്നതാണ്. വാതകങ്ങളിൽ ഒരു കാരണവശാലും ബാക്കി ഒരു സാധനങ്ങൾ, വെള്ളം, ഡ്രൈ പൗഡർ അല്ലാതെ ബാക്കി എന്തുപയോഗിച്ചാലും ഓവറായിട്ട് ഫ്ലെയിം ഉണ്ടാവും. ക്ലാസ് ഡിയിൽ പോലെ തന്നെയാണ്, ഡ്രൈ പൗഡർ അല്ലാതെ ബാക്കി എന്തുപയോഗിച്ചാലും ഓവറായിട്ട് ഫ്ലെയിം ഉണ്ടാവും. ദെൻ ക്ലാസ് ഇയുടെ കേസ് വരുമ്പോൾ ഇലക്ട്രോണിക്സ്, നമ്മൾ ആലോചിച്ചാൽ മതി. ഇലക്ട്രോണിക് സാധനങ്ങളിൽ ഡ്രൈ പൗഡറും കാർബൺ ഡൈ ഓക്സൈഡും അല്ലാതെ വേറെ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ക്ലാസ് എഫ് പറയുമ്പോൾ നമുക്കറിയാം ഫോം അല്ലെങ്കിൽ നനഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വേണം. ഫോമും നനഞ്ഞ വസ്തുക്കളും, ഒരിക്കലും വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ഫോം അല്ലെങ്കിൽ നനഞ്ഞ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് ക്ലാസ് എഫ് ടൈപ്പ് ഫയർ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ അഗ്നിശമന മാധ്യമം എന്ന് പറയുന്നത് നനഞ്ഞ വസ്തുക്കളും ഈ ഫോമും മാത്രമാണ്. ഓക്കെ, ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾക്കറിയാവുന്ന മെത്തേഡ്സ് കൂടി യൂസ് ചെയ്തൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെ പോയാലും 1-2 മാർക്ക് ഇതിൽ നിന്ന് വരാൻ ചാൻസസ് ഉണ്ട്. സോ താങ്ക് യു സോ മച്ച്.